ഇപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ 5 മണിയൊക്കെ ഏകദേശം ഇവിടുത്തെ ടൈം. അപ്പോൾ ഏകദേശം എല്ലാം നേരം നല്ല വെളുക്കുന്നുണ്ട്. 5 മണിയാകുമ്പത്തിന് നല്ല വെളുത്ത് റെഡി ആയിക്കണേ. ഏകദേശം മണിയിലെത്താനായിക്കണേ. ഇനി 2 മണിക്കൂർ പാടുള്ളത്. ഏകദേശം സീപ്പോടെ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാണ്. ഒരു മിനിറ്റ്, ഞാൻ പുറത്ത് കറങ്ങും. എല്ലാവരും പുറത്തിറങ്ങിയത് റെഡി ആവാനായിക്കണ്. റെഡി ആയി തുടങ്ങിയിരിക്കുന്നത്. അതർ സൈഡാണ്. ഞാൻ ഈ സൈഡിൽ വന്നത്. ആ സൈഡിലാണ് മണില ശരിക്കും കാണാൻ പറ്റും. മണില പോർട്ട് മാത്രമേ കാണുന്നുള്ളൂ. ആ സൈഡിലാണ് മണില സീ പോർട്ടാണ് കാണുന്നത്. കാണിച്ചു തരാം. അത് 2 മണിക്കൂർ കുറച്ചും കൂടെ ലോങ് ആണ്. 2 മണിക്കൂർ യാത്ര ഉണ്ട്. അങ്ങനെ ഞാനിതാ ഷിപ്പിന്റെ ഡോർ തുറന്നിട്ട് ഇടത്ത് സൈഡിലുള്ള ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ളതാ സൂര്യൻ ഉദിച്ച് ഓറഞ്ച് കളറിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഏകദേശം 5 മണിയായിട്ടുള്ള. അപ്പോൾ ഇതിനൊക്കെ നേരം വെളുത്തിരിക്കുന്നു ഏകദേശം. അങ്ങനെ ഇതാ അങ്ങകലെ കാണുന്നതാണ് മണീലയുടെ ചെറിയ സിറ്റി ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് മണീല നോർത്ത് സീപോർട്ട് വരുന്നത്. അപ്പൊ ആ കാണുന്നതാണ് നോർത്ത് സീപോർട്ട്. അപ്പോൾ ഈ കാണുന്ന സ്റ്റെപ്പ് കയറിയിട്ട് ഞാൻ ഷിപ്പിന്റെ ഏറ്റവും മുകളിലോട്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് അതിരാവിലെ തന്നെ ഒരുപാട് പാസഞ്ചേഴ്സ് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അവർ ഫോട്ടോ എടുക്കുകയും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞാനും അവരുടെ കൂടെ ഇവിടെ നിന്ന് കുറേ വീഡിയോസ് എടുത്തു. അപ്പം അങ്ങകലെ അതാ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. അതുകൂടാതെ അങ്ങകലായിട്ട് ഒരുപാട് ഷിപ്പുകളൊക്കെ നിൽപ്പുണ്ട്. അങ്ങ് ദൂരെയായിട്ട് ചെറുതും വലുതുമായിട്ട് ഒരുപാട് ബിൽഡിങ്ങുകൾ കാണാം. അതാണ് മണീല സിറ്റി. ഞാനുള്ളത് ഏറ്റവും ഷിപ്പിന്റെ ഏറ്റവും മുകളിലാണുള്ളത്. ആ കാണുന്നൊക്കെ ഷിപ്പുകളാണ് കണ്ടെയ്നറായിട്ട്. ഒരുപാട് ഷിപ്പുകളുണ്ട് അവിടെ. ഈ ഭാഗത്തൊക്കെ ഉണ്ട് ഒരുപാട്. എനിക്ക് തോന്നുന്നത് അതെല്ലാം നിർത്തിയിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അതിനൊക്കെ ഓരോ ടൈം ഉണ്ടാവും സീപോർട്ടിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോ ഇതൊക്കെയാണ് എന്താ പറയാ ഈ സിപ്പോന്ന് മണിയിലേക്കുള്ള ഫെറിയിലെ വിശേഷങ്ങള്. അവിടെ കാണുന്ന തോന്നുന്നു സീപോർട്ട്. ആ കാണുന്ന ദൂരെ ഏകദേശം ഇപ്പൊ 5:15 ആയി. സൂര്യന്റെ ബാക്കില് കാണുന്നുണ്ടോന്ന് അറിയില്ല. ഞാനത് ക്ലോസ് ചെയ്ത് കാണിച്ചതാണ്. അങ്ങനെ ഞാനിതാ ഷിപ്പിന്റെ മുകളിൽ നിന്നും താഴോട്ട് തന്നെ ഇറങ്ങുകയാണ്. ഇനി താഴെ പോയിട്ട് കോഫി ഷോപ്പിൽ നിന്ന് കോഫി വാങ്ങിയിട്ട് കുടിക്കണം. ഇതിന് ശേഷം ഞാൻ റൂമിൽ ചെന്നിട്ട് ഞങ്ങളെ ലഗേജ് എല്ലാം അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതാ ഞാൻ താഴെ എത്തിയിരിക്കുന്നു. ഇത് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കോഫി ഷോപ്പ്. അവിടെ നിന്ന് ഞാൻ കോഫി എല്ലാം ഓർഡർ ചെയ്ത് ഞാനിതാ മുന്നോട്ട് നടക്കുകയാണ്. ഇവിടെ ഒരുപാട് പാസഞ്ചറുകൾ വിൻഡോയിലൂടെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചുകൊണ്ട് കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർഡർ ചെയ്ത കോഫി കൗണ്ടറിൽ നിന്നും കോഫി വാങ്ങി ഇവിടെ ഇരുന്ന് വിൻഡോയിലൂടെ കാഴ്ചകളും കണ്ട് കോഫി കുടിക്കാൻ പോവുകയാണ്. ഇവിടെ നിന്നും കോഫി കുടിക്കുമ്പോൾ അങ്ങ് അകലെയായിട്ട് മണീല നോർത്ത് സീപോർട്ട് കാണാൻ പറ്റും. ഇനി കോഫി കുടിച്ചതിന് ശേഷം റൂമിൽ പോയിട്ട് വേണം ഞങ്ങളുടെ ലഗേജ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുവാൻ. അതിമനോഹരമായ ഒരു വൈബായിരുന്നു ഏർലി മോർണിംഗിൽ ക്രൂയിസ് ഷിപ്പിലെ കോഫി കൗണ്ടറിൽ നിന്നും കോഫി വാങ്ങി ഷിപ്പിലെ വിൻഡോയുടെ അടുത്തിരുന്നു കൊണ്ട് കാഴ്ചകളും കണ്ട് കോഫി കുടിക്കാൻ. അത് വേറെ ലെവൽ വൈബായിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. അത് അനുഭവിച്ചറിയണം ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം. അങ്ങനെ കോഫിയെല്ലാം കുടിച്ചു കഴിഞ്ഞു. ഇനി റൂമിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. ഇനി റൂമിൽ പോയിട്ട് വേണം ലഗേജ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുവാൻ.
Say hi to the blood. Hi. Yeah. Good Yeah. morning. Good morning, everyone. Thank you. ഇപ്പോൾ ഏകദേശം 6 മണിയായിരിക്കുന്നു. ഞാൻ റൂമിൽ നിന്നും ഇറങ്ങി ഇനി ഷിപ്പിന്റെ പുറത്തുവശത്തോട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് മനില നോർത്ത് സീപോർട്ടിന്റെ അടുത്തു നിന്നുള്ള വ്യൂസ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് മനില നോർത്ത് സീപോർട്ട്. ഇനി 1 മണിക്കൂറുണ്ട് ഏകദേശം ഞങ്ങൾ സീപോർട്ടിലെത്താൻ. മനില നോർത്ത് സീപോർട്ടാണ് ആ കാണുന്നത്. ഇത് ഫിലിപ്പീൻസിലെ സെന്റർ ഓഫ് ദ സിറ്റിയാണ്. ഇത് മനില ബേയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. ഇത് ഫിലിപ്പീൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീപോർട്ടിൽ ഒന്നാണ്. ഈ സീപോർട്ട് ഫിലിപ്പീൻസിന്റെ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് വ്യാപാരത്തിന് കാര്യമായ സേവനങ്ങൾ നൽകുന്നു. മനില ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ MICT ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഫിലിപ്പീൻസിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ സീപോർട്ടാണ്. ആയമുള്ള സീ ആയതിനാൽ വലിയ ഷിപ്പുകൾക്ക് തങ്ങാൻ സാധിക്കും. ഇത് 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നിർമ്മിച്ചതാണ്. ഫിലിപ്പീൻസിന്റെ കൊളോണിയൽ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ സീപോർട്ട്. മനില സിറ്റിയിൽ നിന്നും 5 കിലോമീറ്റർ ദൂരം മാത്രമാണ് സീപോർട്ടിലേക്കുള്ളത്. മനില സീപോർട്ട് ഫിലിപ്പീൻസിന്റെ എക്കണോമിക് ഗ്രോത്തിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നു. ഏഷ്യ, അമേരിക്ക, യൂറോപ്പ് എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ ഈ സീപോർട്ട് വഴിയാണ് നടക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ക്രൂയിസ് ഷിപ്പ് മനില നോർത്ത് സീപോർട്ടിൽ എത്താനായിരിക്കുന്നു. സീപോർട്ടിൽ അടുപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ ക്രൂയിസ് ഷിപ്പുമായി ഒരു ബോട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. ആ കാണുന്ന ബോട്ടാണ്. ആ ബോട്ടാണ് ഞങ്ങളുടെ ക്രൂയിസ് ഷിപ്പിനെ സീപോർട്ടിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങളങ്ങനെ മനില എത്തിക്കുകയാണ്. അങ്ങനെ ക്രൂയിസിന്ന് ഇറങ്ങാണ്, ഷിപ്പിന്ന് ഇറങ്ങാണ്. ആയിട്ട് കാണുന്നതാണ് മനില അപ്പുറം സൈഡ്. Morning. Yeah. Yeah. ഞങ്ങൾ താഴെ എത്തിക്കണേ. നല്ല വെയിലുണ്ട്. ഈ കാണുന്ന ടൂഗയുടെ ക്രൂസ് ഷിപ്പിലാണ് സിബു സീപോർട്ടിൽ നിന്നും മനില സീപോർട്ടിൽ എത്തിയത്. ഈ ഷിപ്പ് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ഏകദേശം 700 മുതൽ 800 പാസഞ്ചറുകളെ കയറി ചെയ്യാൻ പറ്റുന്ന ഷിപ്പാണിത്. പിന്നെ ഞങ്ങളുടെ ക്രൂസ് ഷിപ്പിലെ യാത്ര അതിഗംഭീരമായിരുന്നു. ഫിലിപ്പീൻസിൽ വരുന്ന ടൂറിസ്റ്റുകൾ മെയിനായിട്ട് പോകുന്ന 2 സ്ഥലങ്ങളാണ് സിബു സിറ്റിയും മനില സിറ്റിയും. അതുകൊണ്ട് തന്നെ സിബു സിറ്റിയിൽ നിന്നും മനിലട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ ഈ ക്രൂസ് ഷിപ്പ് തീർച്ചയായും ഉപയോഗിക്കണം. അത് നിങ്ങൾക്ക് ഒരു വലിയ ഗംഭീര അനുഭവം സമ്മാനിക്കും. എൻ്റെ മകൻ റിഹാൻ മുന്നിൽ നടക്കുന്നതുണ്ട്. ഈ കാണുന്ന പോർട്ടറാണ് ഞങ്ങളുടെ ലഗേജ് കൊണ്ടുപോകുന്നത്. Okay, thank you. അങ്ങനെ ഞങ്ങൾ ഫൈനലി അറൈവൽ ഏരിയയിൽ എത്തിയിരിക്കുന്നു. ഈ കാണുന്നതാണ് നോർത്ത് മനില സീപോർട്ടിന്റെ അറൈവൽ ഏരിയ.
ഡൊമസ്റ്റിക് ഷിപ്പ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ സെക്യൂരിറ്റി ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈസി ആയിട്ട് ടെർമിനലിൽ നിന്നും പുറത്തിറങ്ങി. ഞങ്ങളിതാ പാർക്കിംഗ് ഏരിയയിലേക്ക് നടക്കുകയാണ്. അവിടെയാണ് വൈഫിന്റെ സിസ്റ്ററുടെ ഹസ്ബൻഡ് വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞാനും എൻ്റെ കുട്ടികളും പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ്. ആ കാണുന്ന എൻട്രൻസ് ഏരിയയാണ് സിബുലോട്ട് പോകാനുള്ള ഡിപ്പാർച്ചർ ഏരിയ. ഇവിടെ നിന്നാണ് സിബുലോട്ട് പോകാനുള്ള പാസഞ്ചറുകൾ പോകേണ്ടത്. ഇവിടെ സെക്യൂരിറ്റി നിൽപ്പുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പാർക്കിങ്ങിലോട്ട് പോവാൻ. അങ്ങനെ ഞങ്ങൾ സീബ്ര ലൈനും ക്രോസ് ചെയ്ത് പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. അവിടെ എത്താന്ന് പറഞ്ഞ വൈഫിന്റെ ഹസ്ബൻഡ് എത്തിയിട്ടില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അവർ ഓൺ ദ വേ ആണെന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങളുടെ പോർട്ടർ ഞങ്ങളുടെ ലഗേജുമായിട്ട് മുന്നോട്ട് നടക്കുന്നുണ്ട്. അതുകൂടാതെ എൻ്റെ കൂടെ എൻ്റെ കുട്ടികളുമുണ്ട്. റിഹാൻ മുന്നോട്ട് നടക്കുന്നു. അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് റയാനുമുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇതാ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിരിക്കുന്നു. അവിടെ ഒരുപാട് ടാക്സിക്കാർ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് ടാക്സി വേണമെന്ന്. ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. ഈ കാണുന്ന പാസഞ്ചർ എല്ലാം ഞങ്ങൾ വന്ന ഷിപ്പിൽ വന്നവരാണ്. ഒരുപാട് പാസഞ്ചർ ഉണ്ടായിരുന്നു. പലരും പോയിട്ടുണ്ട്. മനീല പോർട്ടിന്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കാർഗോ സെക്ഷനും വെഹിക്കിൾ സെക്ഷനും. വെഹിക്കിൾ കൊണ്ടുപോകാൻ ഇവിടെ നിന്നാണ് കയറ്റി വിടുന്നത്. ഈ കാണുന്ന ഫ്രണ്ടിൽ കാണുന്നതാണ് ടെർമിനൽ. ഡിപ്പാർച്ചർ ഏരിയയും അറൈവൽ ഏരിയയും സെയിം ഏരിയയിൽ തന്നെയാണ്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് കാർ പാർക്കിംഗ് വരുന്നത്. അവിടെയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. മനീല നോർത്ത് പോർട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ബാക്കിൽ കാണുന്ന ടെർമിനല്. കഴിഞ്ഞ് വൈഫിന്റെ സിസ്റ്റർ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്യാണ്. അവർ കാറായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 5 മിനിറ്റിനുള്ളിൽ എത്തും. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ അവരെ കൂടെ ഞങ്ങൾ വൈഫിന്റെ സിസ്റ്ററുടെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇതൊക്കെയാണ് ഫെയറിയിലുള്ള വിശേഷങ്ങൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ സിസ്റ്ററുടെ ഹസ്ബൻഡ് വന്നു. ഞങ്ങൾ കാറിൽ കയറി ഇനി സിസ്റ്ററുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ.